ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ചിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ പറഞ്ഞാൽ എന്താണ്? മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് സിസ്റ്റത്തിന്റെ സീസണൽ റിവേഴ്സലാണ്. അതായത് സമ്മർ സീസണിൽ വന്നിട്ട് വിൻഡ്സ് വന്നിട്ട് സീയിൽ നിന്നും ലാൻഡിലോട്ടാണ് ബ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ വീശുന്നത്. അതേസമയം വിന്റർ സീസൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡ് വന്നിട്ട് ലാൻഡിൽ നിന്നും സീയിലോട്ടായിരിക്കും ബ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റീജിയനെയാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. കാരണം അവിടെ മൺസൂൺ വിൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: monsoons are the seasonal reversal of wind system. These winds blow from sea to land in summer and get reversed from land to sea in winter. This region is known as monsoon climatic region because of the decisive influence of monsoon winds. Question: why does difference in diurnal range of temperature occur in monsoon climatic region? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനകത്ത് എന്തുകൊണ്ടാണ് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഓക്കർ ചെയ്യുന്നത്? ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞാൽ മോർണിംഗിൽ അതിൽ ഡേ ടൈമിൽ ഒരു ടെമ്പറേച്ചറും അതുപോലെ നൈറ്റ് ടൈമിൽ ഒരു ടെമ്പറേച്ചറും വരുന്നതിനാണ്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാവാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനകത്ത് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ഓക്കർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ സീ വന്നിട്ട് ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഡേയും നൈറ്റും വന്നിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. അതേസമയം ലാൻഡിന്റെ ഇൻസൈഡ് എടുക്കുകയാണെങ്കിൽ അവിടെ സീ ഒന്നും ഇല്ല. കാരണം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ അവിടെ സീ ഇല്ല. അതുകൊണ്ട് ഡേ ടൈമിൽ വന്നിട്ട് വളരെ ഹോട്ടും അതുപോലെ നൈറ്റ് ടൈമിൽ വളരെ കോൾഡും ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the difference in diurnal range of temperature occurs because near the coast the sea keeps the temperature steady, so days and nights are almost the same. Inside the land there is no sea to control the temperature, so it gets very hot during the day and very cold at night. Question: why are rice, sugarcane, jute, cotton, tea and coffee crops called tropical crops? എന്തുകൊണ്ടാണ് റൈസിനെയും ഷുഗർ കെയിനെയും ജൂട്ട്, കോട്ടൺ, ടീ, കോഫിനെയൊക്കെ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് അറിയപ്പെടുന്നത്? ഇപ്പൊ റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ, കോഫി ഇവയൊക്കെ നമ്മൾ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോപ്സിന് വന്നിട്ട് വളരെ വാം ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്ലെന്റി ഓഫ് റെയിനും ആവശ്യമാണ്. ഇത് വന്നിട്ട് ട്രോപ്പിക്കൽ റീജിയൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ടാണ് ഇവയെ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ ആൻഡ് കോഫി ആർ കോൾഡ് ട്രോപ്പിക്കൽ ക്രോപ്സ് ബിക്കോസ് they grow best in hot and humid places with plenty of rain, which is typical of tropical regions. These crops need warm temperatures and enough water to grow well. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what are different names of tropical grasslands in different regions? Different regionsൽ tropical grasslandsന് വരുന്ന different names ഏതൊക്കെയാണ്? അപ്പോൾ ഡിഫറെൻറ്റ് റീജിയൻസിൽ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിന്റെ നെയിംസ് ഡിഫറെൻ്റ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ആഫ്രിക്ക എടുക്കുകയാണെങ്കിൽ സാവന്ന എന്നാണ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിനെ വിളിച്ചിരുന്നത്. അതേസമയം സദേൺ ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ കാമ്പോസ് എന്നാണ് ഗ്രാസ്ലാൻഡ്, ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് അറിയപ്പെടുന്നത്. പിന്നെ വെനിസുലയിൽ വന്നിട്ട് ലാനോസ് ആണ് എന്ന പേരിലാണ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് ഈസ് നോൺ ആസ് സാവന്ന ഇൻ ആഫ്രിക്ക, Campos in southern Brazil, Llanos in Venezuela. Question: what are oases? Oases പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ടിൽ വെള്ളം കാണപ്പെടുന്ന പ്ലേസസിനെയാണ് ഒയാസസ് എന്ന് പറയുന്നത്. ഈ ഒയാസസ് വന്നിട്ട് പ്ലാന്റ്സിന് വളരാനും അതുപോലെ അനിമൽസിനും പീപ്പിളിനും അവിടെ ലീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: oases are places in deserts where water is found.
They allow plants, animals, and people to live because of the available water, making these spots green and fertile amid the dry desert. Question: What are the features of prairie? പ്രയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രയറി പറയുന്നത് നോർത്ത് അമേരിക്കയിലുള്ള ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. ഈ ഒരു ഗ്രാസ് ലാൻഡിന് വേൾഡ്സ് ഗ്രാനറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ലാർജ് സ്കെയിലിൽ വീറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പേര് പ്രയറിക്ക് കിട്ടിയത്. വേൾഡ്സ് ഗ്രാനറി പറയുന്ന ടൈറ്റിൽ അതിന് ലഭിക്കാനുള്ള കാരണം. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വന്നിട്ട് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. അതുപോലെ അത്യാവശ്യം റെയിനും അതിൻ്റെ സോയിലൊക്കെ വളരെ ഫെർട്ടൈലുമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The prairie is the temperate grassland in North America. It is called the world's granary because it grows a lot of grain. It covers nearly 2 million acres in the United States and Canada. Wheat is the main crop grown here. The climate is moderate with enough rain and fertile soil. These conditions make it perfect for growing wheat. The large-scale production of wheat earned the prairies the title of the world's granary. Question: What are the elements of climate? ക്ലൈമറ്റിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ക്ലൈമറ്റിന് മെയിനായിട്ട് 5 എലമെൻറ്റ്സാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രഷർ, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്സ്, ടെമ്പറേച്ചർ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The elements of climate are atmospheric temperature, pressure, winds, precipitation, humidity. Question: What is greenhouse effect? ഗ്രീൻഹൗസ് എഫക്റ്റ് പറഞ്ഞാൽ എന്താണ്? ചില ഗ്യാസസ് വന്നിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലത്തെ ഗ്യാസസ് വന്നിട്ട് സൺ ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കും. ഈ ഗ്യാസസിന് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. അപ്പോൾ സൺലൈറ്റ് വന്നിട്ട് എർത്തിലോട്ട് റീച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസസ് വന്നിട്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് വന്നിട്ട് ഈ ഒരു ഹീറ്റിനെ തിരിച്ച് സ്പേസിലോട്ട് പോവാൻ അനുവദിക്കാതെ അതിനെ ട്രാപ്പ് ചെയ്ത് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ എർത്തിനെ വാമാക്കി കീപ്പ് ചെയ്യാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Some gases in the air can trap the sun's heat. These are called greenhouse gases like carbon dioxide and nitrous oxide. They let sunlight reach the earth but stop some heat from going back into space. This keeps the earth warm. This is called the greenhouse effect. Question: Define global warming. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. ചില ഹ്യൂമൻ ആക്ടിവിറ്റീസ് വന്നിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ ഇത് കൂടുന്നത് മൂലം ഗ്രീൻ ഹൗസ് എഫക്റ്റ് സ്ട്രോങ്ങർ ആവുകയും എർത്ത് ഒന്നും കൂടി ഹോട്ടറായി മാറുകയും ചെയ്യും. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് വന്നിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ സ്പീഡപ്പ് ചെയ്യുകയും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Some human activities produce too many greenhouse gases. This makes the greenhouse effect stronger and cause the earth to get hotter. This is called global warming. Burning coal and oil, factory waste and garbage add more greenhouse gases. Global warming speeds up climate change. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: What are the some of the human interventions that led to climate change? Climate ചേഞ്ചിന് ലീഡ് ചെയ്ത ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് ലീഡ് ചെയ്ത മെയിനായിട്ടുള്ള 3 ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, പിന്നെ വരുന്നത് അർബനൈസേഷൻ, പിന്നെ വന്നത് ലാൻഡ് യൂസ് ചേഞ്ച് ആണ്. ലാൻഡ് യൂസ് ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിനെയൊക്കെ വെട്ടിയിട്ട് അവിടെ ഒരു അഗ്രികൾച്ചർ ലാൻഡാക്കി മാറ്റുക, അങ്ങനെ വരുന്ന ആ ചേഞ്ചിനെയാണ് ലാൻഡ് യൂസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Some of the human interventions that led to climate change are activities such as industrialization, land use change, urbanization. Question: List the international initiatives to protect climate and environment. ക്ലൈമറ്റിനെയും എൻവിറോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സിനെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്ലൈമറ്റിനെയും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ 1950 1950 വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആണ് നമ്മുടെ ക്ലൈമറ്റിനെയും എൻവിറോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ 1992 എർത്ത് സബ്മിറ്റ്, അതുപോലെ 1997 ക്യോട്ടോ പ്രോട്ടോകോള്, പിന്നെ 1987 മോൺട്രിയൽ പ്രോട്ടോകോള്, 2015 പാരീസ് എഗ്രിമെന്റ്, പിന്നെ ലാസ്റ്റ് ആയി വന്ന ഇനിഷ്യേറ്റീവ് 2023 G20 സമ്മിറ്റ് ആണ്. അപ്പോൾ ഇവ ഓരോ ഇനിഷ്യേറ്റീവും അതിൻ്റെ ഇയറും പ്ലേസും തന്നിട്ടുണ്ട്, അതിൻ്റെ ഇന്റർവെൻഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്ലൈമറ്റ് മൈഗ്രേഷൻ? ക്ലൈമറ്റ് മൈഗ്രേഷൻ പറഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടായ ഡിസാസ്റ്റേഴ്സ് പറയുമ്പോൾ ഡ്രൗട്ട്സ്, ഫ്ലഡ്സ്, അതുപോലെ സീ ലെവൽ റൈസിംഗ് ഒക്കെ മൂലം ജനങ്ങൾ വന്നിട്ട് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റു കൺട്രിയിലോട്ട് മൂവ് ചെയ്തു. ഇതിനെയാണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: മെനി പീപ്പിൾ ഹാവ് ടു ലീവ് ദെയർ ഹോംസ് ബിക്കോസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് caused by climate change like droughts, floods, desert spreading, and rising sea levels. They move to other places or countries. This is called climate migration. Question: who are called climate refugees? ആരെയാണ് ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് വിളിച്ചിരുന്നത്? ക്ലൈമറ്റ് ചേഞ്ചസ് മൂലം അവരവരുടെ ഹോം അല്ലെങ്കിൽ വീടുകൾ വിട്ടിട്ട് മറ്റു സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കൺട്രീസിലോട്ട് മൂവ് ചെയ്ത ആളുകളെയാണ് ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: those who have to leave their homes and livelihood due to climate related phenomena are called climate refugees. Question: what are the changes to be brought about in industrial and other developmental activities? ഇൻഡസ്ട്രിയലിലും അതുപോലെ തന്നെ മറ്റു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലും കൊണ്ടുവരേണ്ട ചേഞ്ചസുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലും അതുപോലെ മറ്റു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലും കൊണ്ടുവരേണ്ട മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക എന്നാണ്. പിന്നെ ഫോറസ്റ്റിന്റെ പ്രൊട്ടക്ഷന്, അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി ആയിട്ടുള്ള വിൻഡ്, സോളാർ എനർജിന്റെ യൂസ് ഒക്കെ എൻകറേജ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The changes to be brought about in industrial and other development activities are promotion of energy efficiency, protection of forest, change in technology, encouragement of the use of non-conventional energy such as wind and solar energy. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.